പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞത്ത് കേന്ദ്രത്തിൻ്റെ കസ്റ്റംസ് ഓഫീസ് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത കാര്യം നമ്മുടെ മാപ്രകളും ചില യൂട്യൂബ് മാമന്മാരും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ മുമ്പൊരു വീഡിയോ ചെയ്തു. കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഓഫീസുകൾ വിഴിഞ്ഞത്ത് ആരംഭിക്കുന്നത് വൈകുന്നു, കേന്ദ്രമാണ് ചെയ്യേണ്ടത്, കേന്ദ്ര സർക്കാർ അത് വൈകുന്നു എന്ന് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ആവശ്യകത ഗേറ്റ് വേ തുറന്ന് കരവഴി ചരക്ക് ഗതാഗതം ഇറക്കുമതിയും കയറ്റുമതിയും നടക്കണമെങ്കിൽ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകൾ വിഴിഞ്ഞത്ത് വരണം. അതിലെ ആദ്യഘട്ടം കസ്റ്റംസ് ഓഫീസ് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് വിഴിഞ്ഞത്ത് വളരെ ലളിതമായ ചടങ്ങിൽ. അതേപ്പറ്റി മാധ്യമങ്ങളിലൊന്നും ഒരു ചർച്ചയില്ല, ഒരു യൂട്യൂബർമാർക്കും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വികസനവാദികളായ ഈ മാപ്രകളോടും യൂട്യൂബർമാരോടും ചോദിക്കുകയാണ്, ഓൺലൈൻ മാധ്യമങ്ങളോടും, നിങ്ങളെന്താ ഈ വാർത്ത അറിഞ്ഞില്ല? അപ്പം ഇത് കുത്തിത്തിരിപ്പല്ലേ? പോസിറ്റീവ് വാർത്തകൾ കൊടുക്കാതിരിക്കുക, അത് മുക്കുക, എന്നിട്ട് നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് നിങ്ങളുടെ വികസന പരിപ്രേക്ഷ്യം എന്ന് പ്രേക്ഷകർ, ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇപ്പം ഇന്നലെ സംഭവിച്ച സത്യങ്ങൾ, ഈ സത്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ചീഫ് കമ്മീഷണർ ഓഫ് സെൻട്രൽ ടാക്സസ് ആൻഡ് കസ്റ്റംസ് എസ് കെ റഹ്മാനാണ് കസ്റ്റംസ് ഓഫീസ് പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞത്ത് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. ഇൻ ദ പ്രസൻസ് ഓഫ് സാന്നിധ്യം കെ പത്മാവതി, കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പ്രിവെന്റീവ് കൊച്ചി, ആൻഡ് പ്രദീപ് ജയരാമൻ, CEO വിഴിഞ്ഞം അദാനി പോർട്ട്. ഇത്രയും പേർ പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് കസ്റ്റംസ് ഓഫീസ് പ്രാവർത്തികമായി ഇന്നലെ വിഴിഞ്ഞത്ത്. വളരെ പ്രാധാന്യമുള്ള, വാർത്താ പ്രാധാന്യമുള്ള ഈ ഒരു സംഭവം പക്ഷേ മാപ്രകളോ മുഖ്യധാര മാധ്യമങ്ങളോ ചില ഓൺലൈൻ മാധ്യമങ്ങളോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ടത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു അനദർ മേജർ സ്റ്റെപ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വിഴിഞ്ഞം ഡെവലപ്മെന്റ്, പോർട്ട് ഡെവലപ്മെന്റ്. ഇമിഗ്രേഷൻ്റെ സൗകര്യങ്ങളുടെ ഉടനെ വന്നു കഴിഞ്ഞാൽ ഗേറ്റ് വേ വഴി 4 മാസത്തിനകം ഗേറ്റ് വേ വഴി ചരക്ക് ഗതാഗതം തുടങ്ങുമെന്നാണ് തുറമുഖ മന്ത്രി VN വാസവൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാകുകയാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മടി, ഒരു വൈക്ലഭ്യം, വാർത്തയാക്കാൻ ഒരു വൈക്ലഭ്യം. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, പോകാതിരിക്കണം, വഴി മുടങ്ങണം, എങ്കിലേ ഞങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തോന്ന് ജേർണലിസമാണിത്? അപ്പോൾ മന്ത്രി പറഞ്ഞതിൻ്റെ ഫോളോ അപ്പാണ്. മന്ത്രി വെറുതെ പറഞ്ഞതല്ല. ഇപ്പോൾ കസ്റ്റംസ് ഓഫീസ് വന്നു കഴിഞ്ഞു, ഇമിഗ്രേഷൻ ഫെസിലിറ്റീസ് ഉടനെ വരും, അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവുകയാണ്. അതോടൊപ്പം ഇന്നലത്തെ മന്ത്രിസഭാ യോഗ തീരുമാനം, കേരളത്തിൻ്റെ മന്ത്രിസഭ പുതിയ ഫിഷറീസ് ഹാർബർ, പുതിയ മത്സ്യബന്ധന തുറമുഖം വിഴിഞ്ഞത്ത് വരുന്നു. ഈ പറയുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിനോട് ചേർന്ന് ആ പ്രോജക്റ്റിൽ പെടുത്തി തന്നെയാണ് വരുന്നത്. എത്രയാണ് അതിന്? 271 കോടി രൂപ മാറ്റിവെച്ചു. 235 മീറ്റർ ബ്രേക്ക് വാട്ടർ പുലിമുട്ട്, 500 മീറ്റർ ഫിഷറീസ് ബെർത്ത്. പിന്നെ മറ്റൊരു പ്രധാന തീരുമാനം, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം വായ്പയായിട്ട് തരൂ എന്ന് കേന്ദ്രം വീണ്ടും പറഞ്ഞ സ്ഥിതിക്ക് 817.80 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വായ്പയായിട്ട് തന്നെ സ്വീകരിക്കാൻ കേരള മന്ത്രിസഭ തീരുമാനിച്ചു. അല്ലെ വിസിലിനെ അതിന് ചുമതലപ്പെടുത്തി കാര്യങ്ങൾ നോക്കാൻ. അപ്പം ഇതിൻ്റെ അർത്ഥം കേന്ദ്രം ഒട്ടും പിന്മാറിയില്ല. പക്ഷെ കേരളം അതിൻ്റെ അകത്തൊരു സമവായം സ്വീകരിച്ചു. ആദ്യം നബാർഡ് വായ്പ എടുക്കാമെന്ന് കേരളം ആലോചിച്ചതാണ്. പക്ഷെ അവസാന നിമിഷം ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തന്നെ പലിശയോട് തിരിച്ചടയ്ക്കുന്ന പദ്ധതിയിൽ അത് സ്വീകരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതൊരു വലിയ ബാധ്യതയാണ് കേരളത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും. നെറ്റ് പ്രസന്റ് വാല്യൂ അനുസരിച്ച് ഇത്ര വർഷങ്ങളുടെ 12,000 കോടിയോളം രൂപ ഈ വെറും 817 കോടി രൂപയ്ക്ക് തിരിച്ചടയ്ക്കേണ്ട ബാധ്യതയാണ് കേരളത്തിൻ്റെ മേൽ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ കെട്ടിവെച്ചിരിക്കുന്നത്. എന്തൊരു വിവേചനമാണെന്ന് ആലോചിക്കണം. എന്നിട്ടും കേരളം സർക്കാർ പിണറായി സർക്കാർ അതിന് തയ്യാറായി തീരുമാനമെടുത്തു. അപ്പോൾ വിഴിഞ്ഞത്ത് ഇങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കുന്നതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴ ഉണ്ടായാൽ അത് പൊലിപ്പിച്ച് ഊതി വീർപ്പിച്ച് ബലൂണാക്കുക, അത് ടേന്ന് പിന്നങ്ങ് പൊട്ടുകയും ചെയ്യും. അതിന് വലിയ ആയുസ് ഉണ്ടാവില്ല അത്തരം ന്യൂസുകൾക്ക്. ഇപ്പം വരെ 233 കപ്പലുകൾ, മദർഷിപ്പുകളും ഫീഡർഷിപ്പുകളും ഉൾപ്പെടെ 233 കപ്പലുകൾ ഇതിനകം വിഴിഞ്ഞത്ത് വന്നുപോയി മാസങ്ങൾക്കുള്ളിൽ. ഈ മാർച്ചിൽ തന്നെ ഇതുവരെ 43 കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ വന്നുപോയി. ഇന്നലെ വരെ മാർച്ച് 26 വരെ 43
ഷിപ്പുകൾ, മദർ ഷിപ്പുകൾ ഉൾപ്പെടെ വന്നുപോയി. മാർച്ച് 31 വരെ ഇനി 4-5 ദിവസം ബാക്കിയുണ്ട്. 31-നുള്ളിൽ ഒരു പക്ഷേ ഇത് 50-ൽ എത്തും. ഇവ കഴിഞ്ഞ പല മാസങ്ങളും 35, 40, 42 ഷിപ്പുകൾ, കപ്പലുകളാണ് ഒരു മാസം ശരാശരി വരുന്നത്. പക്ഷെ മാർച്ചിൽ അത് റെക്കോർഡാവാൻ സാധ്യതയുണ്ട്. മിക്കവാറും 43, ഇനി 7 കപ്പലുകൾ കൂടി വന്നാൽ മതി. 4 കപ്പലുകൾ നങ്കൂരമിടുന്നുണ്ട്, ബർത്തിൽ വരാൻ വേണ്ടി കാത്തു കിടക്കുന്നുണ്ട് വിഴിഞ്ഞത്ത് പുറംകടലിൽ. അപ്പം അപ്പം തന്നെ 43, 4, 47 ഈ 5 ദിവസത്തിനടുത്തൊരു 3 കപ്പലുകൾ കൂടി വന്നു കഴിഞ്ഞാൽ അർദ്ധ സെഞ്ചുറി തികയുകയാണ് വിഴിഞ്ഞം. ഒരു മാസത്തിനുള്ളിൽ 50 കപ്പലുകൾ വന്നടുത്തു പോയി, ചരക്കിറക്കി കയറ്റിപ്പോയി എന്ന ഒരു റെക്കോർഡിലേക്ക് പോകാനുള്ള സർവ്വസാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ വിഴിഞ്ഞത്തെ പറ്റി നല്ലത് പറയാനും നമ്മൾ ശീലിക്കുക. അതുകൂടിയാണ് മാധ്യമ പ്രവർത്തനം, സൃഷ്ടിപരമായ ജേർണലിസം കൂടി ഇതിൻ്റെ അകത്ത് വേണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദര മാധ്യമങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ വിഴിഞ്ഞത്ത് ഇതൊക്കെ നടക്കുന്നത് ജനങ്ങൾ അറിയണ്ടേ, ജനങ്ങളോട് പറയണ്ടേ. കസ്റ്റംസ് ഓഫീസ് വന്നൊരു മേജർ ഡെവലപ്മെൻ്റ് അല്ലേ, അത് പറയണ്ടേ. പക്ഷേ താല്പര്യമില്ല.